വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഈ അഗ്നിപരീക്ഷയ്ക്ക് ശേഷം ദൈവം കൃപയുടെ പരമ്പര തന്നെ ഈ ആത്മാവിലേക്ക് ചൊരിയുന്നു. ആത്മാവ് ദൈവവുമായി ഗാഢബന്ധത്തിലാകുന്നു. ഭൗതികവും മാനസികവുമായ വളരെ ദർശനങ്ങൾ അതിന് ലഭിക്കുന്നു. അതിസ്വാഭാവികമായ ധാരാളം വചനങ്ങൾ അത് കേൾക്കുന്നു. ചില സമയങ്ങളിൽ വ്യക്തമായ അനുശാസനകളും. ഈ കൃപകളൊക്കെ ഉണ്ടെങ്കിലും ആത്മാവിന് സ്വയം പര്യാപ്തത വരുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവകൃപയാൽ അത് കൂടുതൽ ദുർബലമാകുകയാണ് ചെയ്യുന്നത്. കാരണം പല അപകടങ്ങളിലും ഉൾപ്പെടാൻ വഴി തെളിയുകയും മായാദർശനങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകുകയും ചെയ്യാനിടയുണ്ട്. ഒരു ആത്മീയ ഉപദേഷ്ടാവിനായി അത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, യുദ്ധത്തിൽ തന്റെ അനുയായികളെ നയിക്കേണ്ട വഴികൾ സൈന്യാധിപൻ അറിഞ്ഞിരിക്കേണ്ടതുപോലെ നല്ല അനുഭവജ്ഞാനമുള്ള ഒരാളെ കണ്ടെത്താൻ എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം. ദൈവൈക്യത്തിലായിരിക്കുന്ന ആത്മാവ് വലിയ ദുരിതമുള്ള യുദ്ധങ്ങൾ ചെയ്യാൻ പരിശീലിക്കപ്പെട്ടിരിക്കണം. ഈ വിശുദ്ധീകരണങ്ങൾക്കും കണ്ണീരിനും ശേഷം ദൈവം ഒരു പ്രത്യേക വിധത്തിൽ ഈ ആത്മാവിൽ വസിക്കുന്നു. എന്നാൽ ആത്മാവ് ഈ കൃപകളോട് എപ്പോഴും സഹകരിക്കുന്നില്ല. ആത്മാവിന് സഹകരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബാഹ്യവും ആന്തരികവുമായ വളരെ പ്രയാസങ്ങൾ അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ ഉന്നത ശ്രേണിയിൽ ഉറച്ചു നിൽക്കാൻ ഒരു അത്ഭുതം തന്നെ സംഭവിക്കേണ്ടി വരും. ഈ അവസരത്തിൽ ഒരു ഉപദേഷ്ടാവിന്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. എന്റെ ആത്മാവിൽ പലപ്പോഴും സംശയം നിറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളെപ്പറ്റിയും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞാനിയാണ് ഞാൻ എന്ന ചിന്ത എന്നെ പലപ്പോഴും ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ സംശയം വർദ്ധിച്ചപ്പോൾ ഞാൻ എന്റെ അധികാരികളിൽ നിന്നും കുമ്പസാരക്കാരനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു. എന്നിട്ടും ആഗ്രഹിച്ചതെനിക്ക് ലഭിച്ചില്ല. അധികാരികളോട് തുറന്ന് സംസാരിച്ചപ്പോൾ അവരിൽ ഒരാൾ എന്റെ ആത്മാവിനെയും ദൈവം എനിക്കൊരുക്കിയിരിക്കുന്ന വഴികളെയും മനസ്സിലാക്കി. അവരുടെ ഉപദേശം അനുവർത്തിച്ചപ്പോൾ പൂർണ്ണതയിലേക്ക് ഞാൻ വേഗം മുന്നേറി. എന്നാൽ ഇത് അധികനാൾ നീണ്ടുനിന്നില്ല. കൂടുതൽ ആഴത്തിൽ തുറന്നു സംസാരിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പ്രതികരണം ലഭിച്ചില്ല. ഞാനുമായി ബന്ധപ്പെട്ട ഈ കൃപകൾ അസംഭവ്യങ്ങളാണെന്ന് അധികാരികൾക്ക് തോന്നിയതിനാൽ അവരിൽ നിന്ന് കൂടുതൽ സഹായം ലഭിച്ചില്ല. ദൈവം ഇപ്രകാരം തന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെടാൻ സാധ്യതയില്ലെന്ന് അവർ എന്നോട് പറഞ്ഞു. സഹോദരി, ഇതൊരുതരം മായാദർശനമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു വൈദികന്റെ ഉപദേശം ആരായുകയാണ് ഉചിതമെന്ന് തോന്നുന്നു. എന്നാൽ കുമ്പസാരക്കാരന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, സഹോദരി, പോയി ഈ കാര്യങ്ങളെക്കുറിച്ച് അധികാരികളോട് സംസാരിക്കുക. അങ്ങനെ ഞാൻ അധികാരികളുടെ അടുത്തുനിന്ന് കുമ്പസാരക്കാരന്റെ സമീപത്തേക്കും അവിടെ നിന്ന് തിരിച്ച് അധികാരികളുടെ അടുത്തേക്കും അയക്കപ്പെട്ടു. ഒരാശ്വാസവും എനിക്ക് ലഭിച്ചില്ല. ഈ ദൈവിക കൃപകൾ എനിക്ക് വലിയ സഹനമായി മാറി. ഒന്നിലധികം തവണ ഞാൻ കർത്താവിനോട് നേരിട്ടിങ്ങനെ പറഞ്ഞു, ഈശോയെ, എനിക്ക് അങ്ങയെ ഭയമാണ്. അങ്ങൊരു ഭൂതമാണോ? ഈശോ എപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നു. എങ്കിലും എനിക്ക് വിശ്വാസം തോന്നിയില്ല. ഞാൻ എത്രമാത്രം വിശ്വസിക്കാതിരിക്കുന്നുവോ അത്രയ്ക്കധികമായി ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നതിന് തെളിവുകൾ ഈശോ തന്നുകൊണ്ടിരുന്നു എന്നത് വളരെ വിസ്മയകരമാണ്.